Hello guys, welcome back to another review. One of the most awaited review ആയിരുന്നു. വൺ ഓഫ് ദ മോസ്റ്റ് അവൈറ്റഡ് മൂവി ആയിരുന്നു നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ കൂലി എന്ന് പറയുന്ന മൂവി. രജനീകാന്ത് സാർ അഭിനയിച്ച ഈ ചിത്രം ഞാനും വളരെ എക്സൈറ്റഡോട് കൂടിയായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ FDFS രാവിലെ 6 മണിക്കുള്ള ഷോയ്ക്ക് ഞാൻ തള്ളിപ്പിടിച്ച് ചെന്ന് കയറിയത്. പക്ഷേ സിനിമ സ്റ്റാർട്ടിങ് ഒക്കെ ഓക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സൗബിൻ വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ആ പാട്ട് മോണിക്ക ആ പാട്ടും നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കേഷ് ആണെന്ന് പറയാം. പക്ഷേ എന്നിരുന്നാലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ലോകേഷ് കനകരാജിൻ്റെ ഒരു സിഗ്നേച്ചർ, ഒരു ബെഞ്ച് മാർക്ക് ഈ മൂവിയിൽ ഭയങ്കര മിസ്സിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ലോകേഷ് തന്നെ ഉണ്ടാക്കി വെച്ചൊരു ലെഗസി ഉണ്ടല്ലോ, അപ്പോൾ അത് വളരെ മിസ്സിങ് ആണ് ഈ മൂവിയിൽ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു മിക്സഡ് റിവ്യൂസ് ആയിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത്. ഫസ്റ്റ് ഹാഫ് അങ്ങനെ പോകുന്നു, അതിനുശേഷം ഫ്ലാറ്റായിട്ട് പോകുന്ന കഥയാണ്. വലിയ പുതുമയുള്ള കഥകളൊന്നുമല്ല. എല്ലാം ഭയങ്കര പ്രഡിക്റ്റബിളായിട്ട് എന്താണ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഫസ്റ്റ് ഹാഫ് ഫുള്ള് പറഞ്ഞു പോകുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് ഫസ്റ്റ് ഹാഫ് ഇൻ്റർവെൽ ബ്ലോക്കിൽ എണീക്കും എന്നൊക്കെ ലോകേഷ് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും വളരെ എക്സൈറ്റഡ് ആയിരുന്നു. വിക്രമിനെ കാട്ടി കിട്ടില്ല, ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് ആയിരിക്കും കിട്ടാൻ പോകുന്നതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇൻ്റർവെൽ ബ്ലോക്ക് വലിയ ഒരു സുഖമില്ലായിരുന്നു. അത് ജസ്റ്റ് ക്യാഷ്വലായിട്ടുള്ള ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് കണക്കായിരുന്നു. വലിയൊരു പഞ്ചോ മാസോ സെക്കൻഡ് ഹാഫിൽ എന്താകും എന്നുള്ളൊരു ത്രില്ല്, അങ്ങനത്തെ ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് ഒന്നുമല്ല, ജസ്റ്റ് സാധാരണ ഒരു ഇൻ്റർവെൽ ബ്ലോക്ക് ആയിരുന്നു. അതിനുശേഷം സെക്കൻഡ് ഹാഫിലോട്ട് കയറിയതിന് ശേഷം പിന്നെ ഫുള്ള് കഥ കയ്യിൽ നിന്ന് പോയി. സ്ക്രിപ്റ്റ് ആകെ ഷോക്കായി പോയി. അതേപോലെ തന്നെ നമ്മുടെ വില്ലനായിട്ട് അഭിനയിച്ച സൗബിൻ, പുള്ളിക്കാരൻ്റെ ക്യാരക്ടർ മാത്രമായിരുന്നു നല്ല പോസിറ്റീവായിട്ട് ഉണ്ടായിരുന്നത്. നാഗാർജുനൻ പുള്ളിക്കാരൻ ഈ ക്യാരക്ടർ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. പുള്ളിക്കാരൻ വളരെ നന്നായിട്ട് ചെയ്തു. പക്ഷെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നല്ലൊരു സ്റ്റാർ വാല്യൂ ഉള്ളൊരു നടൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ ഒരു റോളിന് ഇതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രകാശ് രാജോ മറ്റോ ആയിരുന്നെങ്കിലും മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ പോകുന്ന കുറച്ച് സന്ദർഭങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പീക്ക് വില്ലനിസം അങ്ങനെയൊന്നും തോന്നത്തക്ക രീതിയിലുള്ള ഒരിതൊന്നുമില്ല. ചിലയിടത്ത് ജയിലറിൻ്റെ ടച്ച് തോന്നി. അതേപോലെ തന്നെ ചിലയിടത്ത് വിക്രമിലെ ചില സീനുകളായിട്ടുള്ള സാമ്യവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ജയിലറിൽ തന്നെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ എടുക്കാനുള്ള ഒരു പരിപാടി ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അനിരുദ്ധിൻ്റെ സ്കോറ്, പുള്ളിക്കാരൻ്റെ ആ 2 പാട്ട് ഒഴികെ ബാക്കി വലിയ BGM പുള്ളിക്കാരന് ചെയ്യാനായിട്ട് വലിയ എലവേഷൻ കൊണ്ടുവരുന്ന സീൻസൊന്നുമില്ല. നമ്മളെ ബിൽഡപ്പ് സീനോ ഒരു എലവേഷൻ സീനോ ജയിലറിൽ നെസ്ലൻ പണി വെച്ച കണക്ക് ലോകേഷിന് ഇതിൽ പണി വയ്ക്കാൻ പറ്റിയിട്ടില്ല. അത് സ്വാഭാവികം. പക്ഷേ ഒരു ബിൽഡപ്പ് ഉണ്ടാക്കാൻ ഒരു നല്ലൊരു പാസ്റ്റായിരുന്നു. പക്ഷേ അത് ഒന്ന് കൺവേ ചെയ്യാനും ഉള്ള ഒരു സംഭവം മിസ്സിങ് ആയിരുന്നു, സ്റ്റോറിയിൽ മിസ്സിങ് ആയിരുന്നു. പിന്നെ അതിനൊക്കെ ശേഷം ക്ലൈമാക്സ് എടുക്കുമ്പോൾ ക്ലൈമാക്സ് ഒട്ടും സംതൃപ്തിയാവാനുള്ള ക്ലൈമാക്സിൽ ഒരു ബന്ധമില്ലാത്തൊരു സംഭവത്തിനാണ് ആമിർ ഖാനെ കൊണ്ടുവന്നിരിക്കുന്നത്. റോളക്സ് കണക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചാണെന്ന് തോന്നുന്നു. പക്ഷേ കഥയായിട്ട് യാതൊരു യോജിപ്പും ഇല്ലാതെയാണ് എന്തിനോ വേണ്ടി കൊണ്ടുവന്നാണ് കണ്ട് പുള്ളിക്കാരനെ ഒരുമാതിരി കോമാളിയായി കളഞ്ഞത്. ഞാൻ പേഴ്സണലി പഴയൊരു അമേരിക്കൻ ഫാനാണ്. അപ്പോൾ എനിക്ക് എന്താ പോലെ തോന്നി, നമ്മൾ ടിക്ടോക്ക് ലെവൽ സാധനങ്ങളായിരുന്നു അതിൽ കൂടുതൽ ഉപയോഗിച്ചതുപോലെ തോന്നി. അതായത് ടിക്ടോക്കിൽ കാണിക്കുന്ന ചെറിയ വീഡിയോ ട്രാൻസ്ഫോർമേഷൻ വീഡിയോസ് അതൊക്കെ പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര കോമാളിത്തനമായിരുന്നു അമീർ ഖാൻ്റെ സെക്ഷൻ ഫുള്ള്. വലിയ യോജിപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അങ്ങനത്തെ ഒരു ലൈനായിരുന്നു. സ്റ്റോറിയായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവത്തിലാണ് അമീർ ഖാൻ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അപ്പോൾ എനിക്കങ്ങനെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. വാച്ചബിളാണോയെന്ന് ചോദിച്ചാൽ വാച്ചബിളാണ്, 1 ടൈം വാച്ചബിളാണ്. തിയേറ്ററിൽ പോയിരുന്ന് വാച്ച് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ലാഗ് വലുതായിട്ട് തോന്നത്തില്ല, കണ്ടുകൊണ്ടിരിക്കാൻ. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ്
കുഴപ്പമില്ല, ഓക്കെയാണ്. ഫൈറ്റും കാര്യങ്ങളും അത്യാവശ്യം നന്നായിട്ട് ഉപേന്ദ്ര പുള്ളിക്കാരനെ നന്നായിട്ട് തന്നെ ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ്റെ ബീജിയം നൈസായിരുന്നു. പിന്നെ അതല്ലാണ്ട് എടുത്ത് പറയാൻ നമുക്ക് അത് പക്ഷേ നമ്മൾ നെൽസൺ പുള്ളിക്കാരൻ മറ്റേ കന്നഡയിലെ വേറൊരു ആക്ടറിനെ കൊണ്ടുവന്നു. പുള്ളിക്കാരൻ്റെ പേര് പറഞ്ഞു. പുള്ളിക്കാരനെ ഞാൻ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ നിന്ന് കാണുന്നത്. പക്ഷേ ആ ഒരു ബിൽഡപ്പ്, ആ ഒരു ഗൂസ് ബംസ് ഒന്നും ഈ സിനിമയിൽ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ലോകേഷിൻ്റെ കരിയർ വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പടം ഇത് തന്നെയാണ്. അതല്ലാണ്ട് വേറൊന്നും പറയില്ല. പുള്ളിക്കാരൻ തന്നെ വെച്ചൊരു ബെഞ്ച് മാർക്കുണ്ട്. അതിന് ഒട്ടും ചേർന്നിട്ടില്ല. സ്ക്രീൻ പ്ലേ ഫുള്ള് കയ്യിൽ നിന്ന് പോയതാണ്. പിന്നെ അതേപോലെ തന്നെ എഡിറ്റിങ്ങിലും കുറച്ച് പ്രശ്നമുണ്ട്. നമ്മുടെ ക്യാമറയിലും ചെറിയ ചെറിയ ഔട്ട് ഓഫ് ഫോക്കസ് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ക്വൈറ്റ് നാച്ചുറലാണ്. പക്ഷെ എന്നാലും പറയണമല്ലോ. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ആവറേജ്, ബിലോ ആവറേജ്, ആ ഒരു കാറ്റഗറിയിൽ നമുക്ക് ഈ മൂവി ഒരു ടിപ്പിക്കൽ രജനിയുടെ റീസെൻ്റ് ഇറങ്ങിയ പടങ്ങളിൽ ഏറ്റവും നല്ല പടം ഇതായിട്ടാണ് തോന്നുന്നത്. ഐ മീൻ ജയിലർ അല്ലാണ്ട് കുറേ ബോംബ് പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ പുള്ളി. അപ്പോൾ അതിനെക്കാട്ടി ബെറ്ററാണ് എന്തായാലും കൂലി. പക്ഷെ എന്നാലും ലോകേഷിൻ്റെ പടം വെച്ച് നോക്കുമ്പോഴത്തേനാണ് നമ്മൾ കമ്പയർ ചെയ്യുന്ന ലോകേഷിൻ്റെ ലോകേഷിൻ്റെ മൂവിയും കൂടെ ചേർന്നിട്ടുള്ള ഇത്രയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തത്. ലോകേഷ്, അനിരുദ്ധ്, തലൈവർ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ലെവൽ ഹൈപ്പായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടം എല്ലാവർക്കും വർക്കൗട്ട് ആകത്തില്ല. കുറേ പേർക്ക് നെഗറ്റീവ് ഫീഡ്ബാക്കും ആയിരിക്കും. എനിക്കും ചെറിയൊരു നെഗറ്റീവ് ഫീഡ്ബാക്കാണ്. ഞാനും ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ LGയും കാര്യങ്ങളൊന്നുമല്ല, അത് പുള്ളി തന്നെ ഡിക്ലെയർ ചെയ്ത കാര്യമാണ്. സോ പിന്നെ സ്പോയിലറാണോന്ന് അറിയത്തില്ല, നമ്മുടെ ഏജൻറ്റ് ടീന കണക്കൊരു ട്രാൻസ്ഫർമേഷൻ ഇതിൽ കാണിക്കുന്നുണ്ട്. ഒട്ടും വർക്കൗട്ടായില്ലായിരുന്നു. ഭയങ്കര പ്രഡിക്റ്റബിൾ പോലെ തോന്നി. എന്താണെന്നറിയത്തില്ല. ആ ആക്ട്രസ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഭയങ്കര പ്രഡിക്റ്റബിൾ ഫീൽ ചെയ്തു. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുള്ള മൂവിയാണ്. കണ്ടുകൊണ്ടിരിക്കുക. എന്തായാലും ലോകേഷിൻ്റെ ഏറ്റവും ഫസ്റ്റ് സിനിമയാണിത്.